സ്വകാര്യ ഏജൻസികളുടെ മൃതദേഹ കൊള്ളയെക്കുറിച്ചുള്ള മീഡിയ വൺ വാർത്താ പരമ്പരയിൽ പ്രതികരണവുമായി തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. തട്ടിപ്പ് ശ്രദ്ധയിൽ വരുന്നതനുസരിച്ച് പരിശോധിക്കുമെന്ന് ശിവൻകുട്ടി മീഡിയ വണ്ണിനോട് പറഞ്ഞു. അതിഥി തൊഴിലാളികളുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ സ്വകാര്യ ഏജൻസികളുടെ ചൂഷണത്തെക്കുറിച്ചായിരുന്നു മീഡിയ വൺ വാർത്താ പരമ്പര. മരിച്ചാൽ വിലയേറുന്ന അതിഥിദേഹങ്ങൾ. മന്ത്രി വി ശിവൻകുട്ടി നമ്മോടൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ, അതിഥി തൊഴിലാളികളെ മരണം സംഭവിച്ചാൽ അവരെ പൂർണ്ണമായിട്ടുള്ള ചെലവുകൾ അവരുടെ നാട്ടിലേക്ക് എത്തിക്കുന്നതാണെങ്കിലും സംസ്കരിക്കുന്നതാണെങ്കിലും ചെലവുകൾ സർക്കാർ ഏറ്റെടുക്കാറുണ്ട്. എന്നാൽ ഇതിന്റെ മറവിൽ ചില സ്വകാര്യ ഏജൻസികൾ ഇവരിൽ നിന്ന് വലിയ തുക ഈടാക്കുന്നു എന്ന പരാതി ഉയർന്നു വരുന്നുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? അതിഥി തൊഴിലാളികളുടെ ഒരു മരണമടഞ്ഞാൽ അപ്പോൾ തന്നെ ഡിസ്ട്രിക്ട് ലേബർ ഓഫീസർ വിവരം അറിയുകയും അവരുടെ സ്ഥലത്ത് പോയി കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യും. അവർ ജില്ലാ കളക്ടറോട് അപ്പോൾ തന്നെ വിവരം കൈമാറും. ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ള അതിഥി തൊഴിലാളികൾക്ക് 2 ലക്ഷം രൂപ അവരുടെ ബന്ധുക്കൾക്ക് കൊടുക്കും. നാട്ടിൽ അവരുടെ ഡെഡ് ബോഡി എത്തിക്കുന്നതിന് വേണ്ടി 50,000 രൂപ നമ്മൾ ചിലവഴിക്കും. അത് വിമാനത്തിൽ കൊണ്ടുപോകുന്നതിനും അത്ര മതിയാവും. 50,000 രൂപ കൊടുക്കും. അപ്പോൾ സാധാരണഗതിയിൽ അങ്ങനെ ഒരു പരാതി ഇതുവരെ ഉണ്ടായിട്ടില്ല. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പ്രത്യേകിച്ച് പർട്ടിക്കുലർ പരാതി ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അത് അന്വേഷിക്കാം. ഇപ്പോൾ 1 ലക്ഷം രൂപയൊക്കെയാണ് നമ്മുടെ വാർത്താ പ്രകാരം നമ്മുടെ അനുഭവം പങ്കുവെച്ച ഈ തൊഴിലാളികൾ പറയുന്ന 1 ലക്ഷം രൂപ വരെ ഈടാക്കുന്ന ചില ഏജൻസികൾ ഉണ്ട് എന്നാണ്. ഇന്ന ജില്ലയിൽ ഇന്ന സംഭവത്തിൽ ഇന്ന ഏജൻസിക്കാർ ഈടാക്കിയെന്നുള്ള പരാതിയാണ് ഉള്ളത് എന്ന് പറഞ്ഞ് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അത് പരിശോധിക്കാം.